ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ശ്രുതീസ് വ്ളോഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഋതുവിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തു, വീടൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചു, പിന്നെ ഒന്ന് റെഡിയായി. അപ്പു വരുന്നേറ്റ് മുന്നേ റെഡി ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരുന്നു കേട്ടോ. പിന്നെ അപ്പു വന്നു, ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഫിനിക്സ് മാളിലേക്കാണ് കേട്ടോ. ഫിനിക്സ് മാളിൽ നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. ഋതുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വരുന്നത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സും കുറച്ച് കാര്യങ്ങളും പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 to 18 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ ഫിനിക്സ് മാളിലേക്ക്. സോ നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 12 o'clock ആയി. സോ ട്രാഫിക്കൊന്നും അധികം നമ്മൾ സാധാരണ കാണുന്ന പോലെ കാണുന്നില്ല. അപ്പോൾ നമുക്കിന്ന് വേഗം എത്താൻ പറ്റുമെന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ ഇതാ സൈഡിൽ കാണുന്ന ഒരു വണ്ടിയിലെ ഇതാണ് ചെന്നൈത്തെ ഷെയർ ഓട്ടോ കേട്ടോ. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. ഇവിടെ ബസ് സർവീസിനേക്കാളും കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത് ഈ ഷെയർ ഓട്ടോ കോൺസെപ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാളിലെത്തിയിട്ടോ. ആക്ച്വലി ഇത് പാൽഡിയം മാളാണ്, ഫിനിക്സ് മാളല്ല. പാൽഡിയം മാളും ഫിനിക്സ് മാളും ആക്ച്വലി ഒരു കണക്ഷൻ മാളാണ് കേട്ടോ. നമുക്ക് പാൽഡിയം മാളിൽ പാർക്ക് ചെയ്ത് ആക്ച്വലി ഫിനിക്സിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. നമ്മളിവിടെ പാൽഡിയത്തിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഫിനിക്സിലേക്ക് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ സ്റ്റോപ്പിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു, പക്ഷേ നമ്മൾ വിചാരിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ കണക്ഷൻ ലിഫ്റ്റ് എടുത്ത് ഫിനിക്സിലേക്ക് എത്തി കേട്ടോ നമ്മൾ. അങ്ങനെ നമ്മൾ H&Mലും കൂടെ ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ H&Mൽ കയറി. എനിക്കുള്ളത് നോക്കി, പക്ഷേ എനിക്കുള്ളതും ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല. അപ്പോൾ അപ്പൂനുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഇന്ന് ഫിനിക്സിൽ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. മോസ്റ്റ്ലി സാറ്റർഡേസ് ആൻഡ് സൺഡേസ് ഇവിടെ ഇവൻറ്റ്സ് നടക്കാറുണ്ട്. ഇന്ന് നാച്ചുറൽസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു നെയിൽ ആർട്ട് സെക്ഷനാണ്. ഞങ്ങൾ ജസ്റ്റ് പാൻറ്റലൂൺസിലും കൂടി ചെക്ക് ചെയ്തിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. അപ്പോഴേക്കും നമ്മൾ ദുദ്രുക്കുട്ടൻ എണീറ്റു. പിന്നെ ഞങ്ങളൊരു പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ച പിസ്സ ഹട്ടിലായിരുന്നു പോയിരുന്നത്. അവിടുന്ന് ഞങ്ങൾ കഴിച്ചു. ധ്രുവിന് ഞങ്ങളൊരു ചെറിയ ദോശ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൻ അതും കൊടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്ന കാര്യം നടന്നില്ല കേട്ടോ. ഞങ്ങൾ എല്ലാവരുടെയും ചെക്ക് ചെയ്തിരുന്നെങ്കിലും നമുക്ക് വിചാരിച്ച ആ ഒരു പാറ്റേണോ ഡിസൈനോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു കേട്ടോ. ഇന്ന് നമ്മൾ വിചാരിച്ച സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ ഒരു ദിവസം കൂടി ഇറങ്ങും, അത് നിങ്ങൾക്ക് കാണിക്കാം. അണ്ടിൽ ദെൻ ബൈ ഫ്രം ശ്രുതി.